മഴ തോറും തമ്മിൽ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ റീത്താമ്മയാണെങ്കില് അലീനയ്ക്ക് 90 ദിവസത്തിനുള്ളിൽ അവിടുന്ന് പോണംന്നൊക്കെ പറഞ്ഞ് വാണിംഗ് കൊടുത്തിട്ടൊക്കെയാ പോയത് കേട്ടോ. അപ്പൊ ഇത് കേട്ട സമയത്ത് നമ്മളെ ജോലിക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷാവുന്നുണ്ട്. കാര്യം അവര് പറയുന്ന പറഞ്ഞാല് എന്തായാലും റീത്താമ്മ ഏറ്റെടുത്ത ഒരു കാര്യമാണെങ്കിൽ എന്തായാലും അത് നശിപ്പിച്ചിട്ടേ റീത്താമ്മ അടങ്ങത്തുള്ളൂ എന്നൊക്കെ ഉള്ള അപ്പം അലീന എന്തായാലും എത്രയും പെട്ടെന്ന് ഈ വീട്ടീന്ന് പോകുന്നൊക്കെയുള്ള ഭയങ്കര സന്തോഷത്തിൽ നമ്മളെ ജോലിക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അലീനയ്ക്കാണെങ്കിലും പറയുന്നുണ്ട് അലീനടുത്ത്. ഇനി റീത്തമ്മ വന്നു കഴിഞ്ഞാല് അവർക്കാണെങ്കിൽ നല്ല മറുപടി അവർക്ക് കൊടുത്തോണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാലിനാണെങ്കിലും നമ്മളെ അലീനയ്ക്കാണെങ്കിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ അലീനയ്ക്കാണെങ്കിലും ഇനി ആരെയും പേടിക്കാതെ മുമ്പോട്ട് തന്നെ ഇനി എന്ത് വന്നാലും അത് നേരിടാൻ വേണ്ടിയുള്ള ഒരു ധൈര്യമൊക്കെ നമ്മളെ അലീനയ്ക്ക് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ അലീനയാണെങ്കിൽ അറിയുന്നുണ്ട് റീത്തമ്മ കാരണമാണ് സ്റ്റാലിന്റെ ജീവിതമെല്ലാം ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാതെ അവരെ ഇങ്ങനെ വേർപിരിച്ച് നിർത്തിയിരിക്കുന്നത് ഈ റീത്താമ്മയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ പപ്പായുടെ ജീവിതം ഇവരായിട്ട് ഇല്ലാതാക്കിയതുകൊണ്ട് എന്തായാലും ഇവർക്കിട്ടുള്ള നല്ല പണി തന്നെ ഞാൻ കൊടുക്കുമെന്നൊക്കെ ഉള്ള ഒരു വാശിയിൽ തന്നെ നമ്മളെ അലീന നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജോലിക്കാരൊന്നും അറിയുന്നില്ല. അലീനയ്ക്ക് നമ്മളെ സ്റ്റാലിനാണെങ്കിൽ എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെ അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ അലീനയാണെങ്കിൽ കൂടുതൽ വീണ്ടും വീണ്ടും അധികാരങ്ങളും ജോലിക്കാരത്താണെങ്കിലും കൂടുതലും അധികാരം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ റീത്താമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കൂടുതൽ അധികാരം എടുക്കുന്നുണ്ട്. അവളും അങ്ങനെ പോവാൻ വേണ്ടി അവൾക്ക് ഉദ്ദേശവും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നൊക്കെ നമ്മളെ ജോലിക്കാര് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ റീത്തമ്മ പറയുന്നുണ്ട്. അപ്പൊ അവൾക്കാണെങ്കിൽ എന്റെ സ്വഭാവം ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ചാണെങ്കിൽ അവളുടെ അടുത്തൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾക്കാണെങ്കിൽ ഒരു കൂസലും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് അങ്ങനെ ആരുടെ അടുത്തും പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവിടെ ആണെങ്കിൽ കേണൽ സാറിന്റെ അടുത്ത് തന്നെ അവൾ എന്തെല്ലാം പറയുന്നെന്ന് റീത്താമ്മയ്ക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അവൾക്കാണെങ്കിൽ ആരെയും പേടിയില്ലാത്ത ഒരു പെണ്ണാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ റീത്താമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളെ ജോലിക്കാരാണെങ്കിൽ നല്ല എരിയേറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ റീത്താമ്മ തിരിച്ച് വീണ്ടും സ്റ്റാലിന്റെ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്ത് നമ്മളെ സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, "അല്ല റീത്താമ്മ എന്താ ഇപ്പൊ വീണ്ടും വന്നത്? നിങ്ങളത് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് പറയാനുള്ള കാര്യമല്ല നിങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ വീണ്ടും എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ റീത്താമ്മ പറയുന്നത്, സ്റ്റാലിൻ എനിക്ക് നിന്നെയല്ല കാണേണ്ടത്. നിന്റെ ഒരു മോൾ ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് അവളെയാ കാണണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അഹങ്കാരിയായ ഒരു മോളുണ്ടല്ലോ ഇവിടെ. അവളെ എനിക്ക് കണ്ട് എനിക്ക് അവളുടെ കാര്യങ്ങൾ പറയാനുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ സ്റ്റാലിൻ പറയുന്നുണ്ട്, എന്റെ മോളെ കാണണമെങ്കിൽ എന്റെ ഒന്ന് സമ്മതവും കാര്യങ്ങളൊക്കെ വേടിക്കണം. അല്ലാതെ എന്റെ മോളെ കാണാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ റീത്താമ്മയാണെങ്കിൽ സ്റ്റാലിനെ തള്ളി മാറ്റിയിട്ട് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് നമ്മളെ സ്റ്റാലിനാണെങ്കിൽ പുറകെ പോകുന്നൊന്നുമില്ല. കാര്യം നമ്മളെ സ്റ്റാലിനാണെങ്കിൽ എല്ലാ അധികാരങ്ങളും നമ്മൾ അനീതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. റീത്താമ്മ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണമെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ അലീനയ്ക്ക് ആ ഒരു അധികാരം കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മളെ സ്റ്റാലിൻ പുറകെ പോകുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളെ റീത്താമ്മ ദേഷ്യത്തിൽ പോയാണെങ്കിൽ അലീനയുടെ റൂമിന്റെ കതവൊക്കെ തട്ടി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അലീന വന്ന് ഡോറൊക്കെ തുറക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ റീത്താമ്മ പറയുന്നുണ്ട്, "എടി നിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോകണമെന്ന്. പിന്നെ നീ എന്താ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അലീന ചോദിക്കും, "ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? അല്ല എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കും. ഇതിപ്പോ നിങ്ങളെ വീടൊന്നും അല്ലല്ലോ. ഇതെന്റെ പപ്പായുടെ വീടല്ലേ. എന്തായാലും ഇവിടെ എനിക്ക് നിങ്ങളെയും കാട്ടി അധികാരം എനിക്കല്ലേ ഈ വീടിനകത്തുള്ളത്. പിന്നെ നിങ്ങളെന്തിനാ ഇവിടെ വന്നിട്ട് എന്നെ ഭരിക്കാൻ വേണ്ടി വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലായെങ്കിലും പപ്പ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മറുപടി തന്നെ തരണമെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്." ആ സമയത്താണ് റീത്തമ്മ പറഞ്ഞത്, "ഓഹോ നിന്റെ പപ്പ ആണെങ്കിൽ അപ്പൊ എല്ലാ അധികാരവും നിനക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞ് നീ എന്റെ അടുത്ത് ഭരിക്കാൻ വേണ്ടിയൊന്നും വരണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലീന ഇങ്ങനെ അടിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അലീന ആണെങ്കിൽ നമ്മളെ റീത്താമ്മയുടെ കൈ പിടിച്ചങ്ങ് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് നിങ്ങൾ ഭരിക്കാനൊന്നും വരേണ്ട കാര്യമില്ല. എനിക്കാണെങ്കിൽ ഇവിടെ പേടിക്കേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ എന്റെ പപ്പ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് പപ്പയാണ് എല്ലാ അധികാരങ്ങളും കാര്യങ്ങളും തന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. 23 വർഷം ഞാൻ അനാഥാലയത്തിൽ എല്ലാം സഹിച്ച് ക്ഷമിച്ചും ഒക്കെ ഞാൻ ജീവിച്ചത്. അപ്പം നിങ്ങളിപ്പം ഓലപ്പാമ്പ് കാണിച്ചൊന്നും എന്നെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പേടിക്കുന്നവളും അല്ല അലീന എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മള് റീത്താമ്മയ്ക്കാണെങ്കിൽ കൈയൊക്കെ വേദനിക്കുന്നുണ്ട്. വേദനിക്കുന്ന സമയത്ത് കൈ വിടടി എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സ്റ്റാലിനാണെങ്കിൽ ഇത് കേട്ടിട്ട് സ്റ്റാലിനാണെങ്കിൽ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ ഇവിടെ കിടന്ന് ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ളൊരു അവകാശങ്ങളും നിങ്ങൾക്കില്ല. നിങ്ങളായിട്ട് എൻ്റെ പപ്പായുടെ ജീവിതം ഇല്ലാതാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അതെൻ്റെ പപ്പ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങളാണ് എൻ്റെ പപ്പായുടെ ജീവിതം ഇല്ലാതാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് കൂടുതൽ ആളാവേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ അലീന. എന്നിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ റീത്താമ്മയെ പിടിച്ചാണെങ്കിൽ പുറത്തോട്ട് പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ റീത്താമ്മ പറയുന്നത്, ഓ എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവളെന്തായാലും ആള് പറഞ്ഞ കണക്ക് ശരിയല്ല. ഇവളാണെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരാളും അല്ല. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പോയിട്ടാണെങ്കിൽ ഞാൻ ഇതിനകത്ത് അധികാരപ്പെട്ടവരെയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ
റീത്താമ്മ ചിന്തിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഇവളെ കയ്യിന്ന് ചിലപ്പോ ഞാൻ വല്ലതൊക്കെ വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇവിടുന്ന് ഇപ്പം രക്ഷപ്പെട്ട് പോകുന്നയാ എനിക്ക് നല്ലതെന്നൊക്കെ പറയുന്നുണ്ടേ. എന്നിട്ട് നമ്മള് സ്റ്റാലിനാണെങ്കില് റീത്താമ്മ പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്. "എന്ത് പറ്റി റീത്താമ്മ ഇപ്പൊ അലീനയെ ഇവിടുന്ന് ഇറക്കാൻ വന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി?" റീത്താമ്മയാണല്ലോ ഇപ്പൊ വാണം വിട്ടാണെങ്കി ഇവിടുന്ന് പോകുന്നേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കില് നമ്മള് സ്റ്റാലിനാണെങ്കി ചോദിക്കുന്നുണ്ട്. "എന്റെ അടുത്ത് കളിക്കാൻ വന്ന കണക്ക് എന്റെ മോളടുത്ത് കളിക്കാന്ന് വിചാരിച്ചേ. പക്ഷെ അവള് ആള് ഇച്ചിരി പെശകാണെന്നൊക്കെ ഇപ്പൊ എന്തായാലും മനസ്സിലായല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ" എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്റ്റാലിനാണെങ്കിലും നമ്മളെ റീത്താമ്മയെ ഒന്ന് ഊക്കിയൊക്കെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.